ഹലോ, ഞാൻ വാവ റോയി. വാവാസ് കുസിനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചക്കറി, മുളകിട്ട മീൻകറി, കോട്ടയം സ്റ്റൈൽ മീൻകറി, ബംഗാളി സ്റ്റൈലിൽ ഒരു മീൻകറി വെച്ചിരിക്കുക. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക, ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, ഒരു സ്പൂൺ അരിപ്പൊടി, അത് വെള്ളം ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊരു 1/2 കിലോ നെയ്മീനാണ്. ഇതിനകത്ത് മഞ്ഞളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കും. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് ഈ മീനിനകത്തോട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളതിനകത്തെല്ലാം നല്ല വൃത്തിയായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കാം. ഇതൊരു 1/2 സ്പൂൺ കടുകുണ്ട്, വലിയ സ്പൂണാണ്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചോണ്ട് വരാം. ആ കടുക് നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, നല്ലൊരു സ്പൂൺ മുളക് പൊടി ഇട്ട്, വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കാം. ഈ മീൻ കഷ്ണം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് വറുത്തെടുക്കാം. ആ കടുകെണ്ണ ചൂടായി അതിനകത്തോട്ട് ഒരു സ്പൂൺ കരിഞ്ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കും. ആ കരിഞ്ജീരകം പൊട്ടി ഇനി അതിനകത്തോട്ട് നമ്മളെ ഇളക്കി വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാല മൂത്തെന്ന് അറിയുന്നത് എങ്ങനെ? അത് നമ്മൾ മാറ്റുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് വിട്ട് മാറും. ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ പാത്രം കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ അരപ്പൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ആ അരപ്പ് നല്ല വൃത്തിയായിട്ട് തിളച്ചു. ഇനി അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം, വേവിച്ചെടുക്കാം. ആ കറി കുറുകി. ഇനി അതിനകത്തോട്ട് നമ്മൾ കടുക് അരച്ച് വെച്ചില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. ഇനി തോനെയും തിളയ്ക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഓക്കെ, ബംഗാളി സ്റ്റൈൽ മീൻകറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബംഗാളി സ്റ്റൈൽ മീൻകറി.